ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനകംസാണ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവർ ആയിട്ടിരിക്കല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ഒരു സെറ്റ് ഓഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ലൈവ് കയറുന്ന സമയത്ത് അപ്പം മുതൽ മിസ്സേ എസ്സേ പറഞ്ഞു ഇതുവരെ ലെസ് ഒന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ച് എപ്പോഴും മെസ്സേജ് വരാറാണ് പതിവ്. അപ്പൊ നമുക്ക് ഇന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നൊരു കാര്യം, എസ്സേക്ക് 8 ഉള്ള മാർക്കേ ഉള്ളൂ കേട്ടോ. അപ്പം ഒരു എസ്സേക്ക് 8, ഒരു എസ്സേക്ക് 8, ബാക്കി മാർക്കൊക്കെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയാലേ കിട്ടുള്ളൂ. അത് മറക്കരുത്. അപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാം. 1975 നാഷണൽ എമർജൻസിന്റെ കാരണങ്ങൾ ഒന്നെങ്കിൽ കാരണമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നാഷണൽ എമർജൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നാഷണൽ എമർജൻസി ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ബ്ലാക്ക് പീരീഡ് ആയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പല രീതിയിൽ ചോദിക്കും. എന്നാലും അതിന്റെ കാതൽ എന്താണ്? നാഷണൽ എമർജൻസി തന്നെ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് 1971 മക്കളെ, 75 ഡിക്ലെയർ ചെയ്ത് 1971 നമ്മുടെ കോൺഗ്രസ് പാർട്ടി റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഉള്ള സിൻഡിക്കേറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ഫോം ഓഫ് കോൺഗ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ നോർമലി എമർജൻസി എന്ന് പറയുമ്പോൾ എന്തായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നൊരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്തോ അങ്ങനെയൊക്കെയാണ് നാഷണൽ ഡിസാസ്റ്റേഴ്സോ ദേശീയ ദുരന്തമോ സംഭവിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ എമർജൻസി നമ്മൾ ഡിക്ലെയർ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഇതൊന്നുമില്ലാതെ എമർജൻസി ഡിക്ലെയർ ചെയ്യാണ്. ആരോട് പറഞ്ഞ്? രാജീവ് ഗാന്ധി പോയി അന്ന് ഇന്ദിരാഗാന്ധി ആരോട് പറയാണ്? അന്നത്തെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പറഞ്ഞിട്ട് എന്ത് പ്രഖ്യാപിക്കുകയാണ്? എമർജൻസി പ്രഖ്യാപിക്കുകയാണ്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? ഇന്ദിരാഗാന്ധി. ഇവരെല്ലാവരും ഗാന്ധി ഫാമിലി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇന്ദിരാഗാന്ധിയാണേ മാറിപ്പോയത്, രാജീവ് ഗാന്ധി ഒന്നല്ല കേട്ടോ, ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല, ഇന്ദിരാഗാന്ധി PM അല്ലേ. ആർക്കാ പ്രഖ്യാപിക്കാൻ പറ്റുക? അന്നത്തെ പ്രസിഡന്റ്. അന്നും ഇന്നും ആയാലും പ്രസിഡന്റ് ആരാണോ അവർക്ക് മാത്രമേ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എമർജൻസി ഡിക്ലെയർ ചെയ്യാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എന്നാണ്? 1975 ജൂൺ 25 തീയതി. 5 അങ്ങനെ ആലോചിക്കുക. 1975 ജൂൺ 25 തീയതി. ആർട്ടിക്കിൾ 352 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 352 ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. മക്കളെ ഇവിടെ നോക്കിയേ, എമർജൻസിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിലൊന്നാമത് എക്കണോമിക് കോണ്ടസ്റ്റാ. സാമ്പത്തിക കാരണങ്ങളിൽ നമ്മൾ ബംഗ്ലാദേശിൽ യുദ്ധം നടന്നിട്ടാണ്, ഇന്ത്യ ബംഗ്ലാദേശ് വാർ. അത് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക്, ക്രൈസിസിലേക്ക്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. രണ്ടാമത് ഓയിലിന്റെ വില കൂടിയത്, പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, വ്യാവസായികമായിട്ട് ഒരു ഡെവലപ്മെന്റ്, ഒരു വികസനവും നമുക്കില്ല. അൺഎംപ്ലോയ്മെന്റ് ആണ്, ജോലി ഇല്ലാത്ത അവസ്ഥ ആണെങ്കിൽ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനും എന്ത് ചെയ്യാണ്, വില കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ എന്താണ്, ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ആർക്കും സാറ്റിസ്ഫാക്ഷൻ, എല്ലാവരും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ, മനസ്സമാധാനം അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാണ്. ഇത് സാമ്പത്തിക കാരണങ്ങളാണ്. ഇനി പൊളിറ്റിക്കൽ കാരണം, രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്തെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യാണ്, ഒരു ടവറിങ് ലീഡറായി മാറി. ഇന്ദിരാഗാന്ധി ഒരു ടവറിങ് ലീഡർ, വലിയൊരു സംഭവമായിട്ട് ഇന്ദിരാഗാന്ധി മാറുകയാണ്. സോ പവർ പൊളിറ്റിക്സ് ഒക്കെ പേഴ്സണലൈസ്, വ്യക്തിബന്ധം, ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, പവർ പൊളിറ്റിക്സ് മാറുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് അതോറിറ്റി വാസ് കൺവേർട്ടഡ് ഇൻറ്റു പേഴ്സണലൈസേഷൻ. അതായത് ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും എന്ത് ചെയ്തു, അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഒരു ബിറ്റർ പാർട്ടി കോമ്പറ്റീഷൻ ആണ് ഉണ്ടായത്. ഇത് രാഷ്ട്രീയ കാരണങ്ങളാണ്. അടുത്തത് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ബീഹാറിലും ഗുജറാത്തിലും സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ബീഹാറിലെ വിദ്യാർത്ഥികൾ മൂവ്മെന്റ് നടത്തുന്നത് അഴിമതി, കറപ്ഷൻ, അതേപോലെ തന്നെ നമ്മളെ സാധനങ്ങളുടെ വില കൂടുന്നത്, ഇതൊക്കെ തുടർന്നാണ്. അങ്ങനെ നമ്മൾ അത്രയും കഷ്ടമല്ല, തീക്ഷ്ണമായിട്ട് എന്ത് ചെയ്യാണ്, അവർ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. എല്ലാവരും എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈവൻ അതായത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ, കോൺഗ്രസ് പാർട്ടി നമുക്ക് കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പ് സംഭവിച്ചത് നമുക്കറിയാലോ. കോൺഗ്രസ് ഓയും കോൺഗ്രസ് ആറും. കോൺഗ്രസ് ആർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അണ്ടറിലും, കോൺഗ്രസ് O എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിനെയാണ്. അപ്പൊ അവരടക്കം ബാക്കിയുള്ള എല്ലാ ഒപ്പോസിഷൻ പാർട്ടീസും ഈ ഒരു വിദ്യാർത്ഥികളുടെ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു.
അവർ പറയാണ് പുതുതായിട്ടൊരു ഇലക്ഷൻ നടക്കണമെന്ന്. അങ്ങനെ നിർബന്ധപൂർവ്വം അവരെന്ത് ചെയ്യാൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് ഇലക്ഷൻ നടത്തുകയും വാഷ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ്സുകാർ അവിടുന്ന് വാഷ് ഔട്ട് ചെയ്തു. ഇനി ഗുജറാത്തിലേക്ക് നമ്മൾ, ഇതൊക്കെ ബീഹാറിലാണ് നടക്കുന്നത്, ഇതൊക്കെ ഗുജറാത്തിലാണ് നടക്കുന്നത്. ബീഹാറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളിലും എന്താണ്, വിദ്യാർത്ഥികളെ മൂവ്മെന്റ് ആണ്. സെയിം റീസൺ തന്നെയാണ്. ഗുജറാത്തിലും ബീഹാറിലും സെയിം റീസൺ തന്നെയാണ്. ഗുജറാത്തിൽ നിന്നാണ് കംപ്ലീറ്റ് ആയിട്ട് ആരെ വാഷ് ഔട്ട് ചെയ്യുന്നത്, നമ്മുടെ കോൺഗ്രസിനെ വാഷ് ഔട്ട് ചെയ്യുന്നത്. ബീഹാറിൽ സംഭവിച്ചാൽ സെയിം കാരണങ്ങൾ തന്നെയാണ്. അവരുടെ നേതാവായിട്ട് ജയപ്രകാശ് നാരായണനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതാണ് അവിടെ എന്ത് ചെയ്യാണ് ഒരു ചേഞ്ച് നടന്നത്. ബാക്കിയെല്ലാം ഒരേ രീതിയിലാണ് കേട്ടോ. പക്ഷെ അവിടെ ഇലക്ഷനും കാര്യങ്ങളൊന്നും നടന്നില്ല ബീഹാറിൽ നടന്ന പോലെ. അപ്പം ബീഹാറിൽ ഗുജറാത്തിൽ നടന്നതുപോലെ ഇലക്ഷനോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല, ബീഹാറിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബീഹാറിൽ ഇവരെന്ത് ചെയ്യാണ്, ജയപ്രകാശ് നാരായണനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഇതിന്റെ ഒരു നേതൃത്വ നിലയിൽ. അപ്പൊ ജയപ്രകാശ് നാരായണൻ പറയുന്നുണ്ട്, ഞാൻ വരാം, പക്ഷെ ഈ ഒരു മൂവ്മെന്റ് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഈ ഒരു മൂവ്മെന്റ് ഒന്നാകെ സ്പ്രെഡ് ചെയ്യണം, എല്ലാ ഏരിയകളിലും ബാധിക്കണം എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ഒരു ഗാന്ധിയൻ രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റ് കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് JP എന്താണ് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവുകയാണ് ചെയ്തത്. ആൻഡ് ഈ രണ്ട് സ്ഥലങ്ങളിലും മൂവ്മെന്റിന്റെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാധനങ്ങളുടെ വില കൂടിയത്, പണപ്പെരുപ്പം, ഫുഡിന്റെ ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെന്റ്, കറപ്ഷൻസ്, അഴിമതി, ഇതൊക്കെ തന്നെയാണ് രണ്ട് സ്ഥലങ്ങളിലും എന്ത് ചെയ്തത് മൂവ്മെന്റ് വരാൻ കാരണം. ഗുജറാത്തിലെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോൺഗ്രസിനെ വാഷ് ഔട്ട് ചെയ്യുന്നതിലേക്കും ബീഹാറിലെ മൂവ്മെന്റ് ജയപ്രകാശ് നാരായണനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലേക്കും വന്നും രണ്ടും വിദ്യാർത്ഥികൾ തന്നെയാണ് നടത്തിയത്. അടുത്തത് റെയിൽവേ സ്ട്രൈക്ക് പറയുകയാണെങ്കിൽ 1974 റെയിൽവേ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. വാസ് കോൾഡ് ബൈ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ലെഡ് ബൈ ദ ജോർജ് ഫെർണാണ്ടസ് for pressing the demand related to the bonus and service condition, adding to the atmosphere of labor unrest in the country. ഓൾറെഡി നമ്മൾ എന്താ വിയാനായ തൂടെന്ന് പറയുന്നത് പോലെയാണ് രാജ്യം. അതിന്റെ ഇടയ്ക്ക് എന്താണ് റെയിൽവേ സ്ട്രൈക്ക് നടക്കുകയാണ്. ജോർജ് ഫെർണാണ്ടസ് ആണ് റെയിൽവേ സ്ട്രൈക്ക് നടത്തുക. അവരെ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോണസും സർവീസ് കണ്ടീഷൻസും കൂടുതലാക്കണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഈ ഒരു റെയിൽവേ സ്ട്രൈക്ക് നടക്കുന്നത്. 1974 നടത്തുന്നത്. അടുത്തത് ജുഡീഷ്യറിയുമായിട്ട് എന്തുണ്ടായിരുന്നു പ്രശ്നം, അടിപിടി, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതിന് നമുക്ക് പറയാൻ വേണ്ടി വെച്ചാല് ഇവര് പാർലമെന്റ് ആണോ ഏറ്റവും മുൻപന്തിയത്, അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആരാണ്, പാർലമെന്റ് ആണോ, അല്ലെങ്കിൽ ജുഡീഷ്യറി ആണോ ഏറ്റവും മുൻപന്തിയിലുള്ളത്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏത് നിയമവും പാർലമെന്റിൽ കൊണ്ടുവരാം, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണ്ട, ആ രീതിയിലൊക്കെ എന്ത് ചെയ്തു ആ സമയത്ത് ഓരോന്ന് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ കേശവാനന്ദ ഭാരതി കേസ് വരികയും പാർലമെന്റിൽ ഏത് രീതിയിലുള്ള നിയമങ്ങളും നിർമ്മിക്കാം, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോയും നിർമ്മിക്കാൻ പാടില്ലെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ വിധി വരികയാണ് ചെയ്യുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് കേസാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് കേശവാനന്ദ ഭാരതി കേസാണ്. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരും കേട്ടോ, കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ആ ഒരു കാര്യം പറയാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് ചീഫ് ജസ്റ്റിസ്, നമ്മൾ അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട് AN റായിനെ അപ്പോയിന്റ് ചെയ്തും എന്ത് ചെയ്തു പ്രശ്നമായി. കാരണം ഓൾറെഡി സീനിയർ ആയിട്ടുള്ള 3 ജഡ്ജസ് ഉണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരേണ്ടതിന് പകരം ഇവർക്ക് ഇഷ്ടപ്പെട്ട, പാർലമെന്റിന് ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജിനെ എന്ത് ചെയ്യുക, ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നു. അതും എന്ത് ചെയ്തു ജുഡീഷ്യറിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന് കാരണമായി. അടുത്തത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിധി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് 6 വർഷത്തെ ഷി വാസ് ബാർഡ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ഫോർ 6 ഇയർ, 6 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് സുപ്രീം കോടതി പോയിട്ടൊരു പാർഷ്യൽ സ്റ്റേ ഒക്കെ അതിന് വാങ്ങുന്നുണ്ട് ഇന്ദിരാഗാന്ധി. ഇനി ജയപ്രകാശ് നാരായണന്റെ റാലിയിലേക്ക് നമ്മൾ വരികയാണ്. നമുക്കറിയാം ബീഹാറിൽ വിദ്യാർത്ഥികളെ ഇൻവൈറ്റ് ചെയ്ത ജയപ്രകാശ് നാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ഇവിടെ നിന്ന് പോകരുത്, രാജ്യം ഒന്നാകെ വ്യാപിക്കണമെന്ന്. യെസ്, രാജ്യം ഒന്നാകെ വ്യാപിക്കുകയാണ്. അതിനുവേണ്ടി ജയപ്രകാശ് നാരായണൻ നാഷണൽ വൈഡ് ആയിട്ട് ഒരു സത്യാഗ്രഹം നടത്തുന്നു. അവിടെ ലക്ഷ്യം എന്താണ്, ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ ആയിരുന്നു ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ പോലീസ് ഓഫീസറോടും മിലിറ്ററി പേഴ്സണോടും എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സിനോടും പറയുന്നുണ്ട്, ഇല്ലീഗൽ ആയിട്ടും ഇമ്മോറൽ ആയിട്ടും ഒരു ആക്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഓർഡർ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കരുതെന്ന് അദ്ദേഹം എല്ലാവരോടും പറയുന്നുണ്ട്. ഒരു മാസീവ് ഡെമോൺസ്ട്രേഷൻ അദ്ദേഹം രാംലീല ഗ്രൗണ്ടിൽ, ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ വെച്ച് 1975 ജൂൺ 25 എന്ത് ചെയ്യുന്നു അദ്ദേഹം നടത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ്
അങ്ങനെ മെല്ലെ എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മള് ഇത്രയും ആയ സമയത്താണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ. അന്ന് രാത്രിയാണ് 1975 ജൂൺ 25 അർദ്ധരാത്രിയാണ് എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ ചെയ്തത്. പിറ്റേന്ന് നേരം വെളുത്ത് 1975 ജൂൺ 26 രാവിലെ 6 മണിക്ക് ക്യാബിനറ്റിലെ മെമ്പേഴ്സ് അറിഞ്ഞ് ഇതാണ് ഇത് എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ആക്ച്വലി ക്യാബിനറ്റുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്തായാലും ഈ റാലി ജയപ്രകാശ് നാരായൺ നടത്തി, JP നടത്തി. ഇനി നമുക്ക് കൈ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞൊടിയിടയിൽ ഇന്ദിരാഗാന്ധി അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട്, പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പറയുകയും എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണ് ചോദിച്ചത്. അതിപ്പോ കോസസ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് സെന്റൻസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എസ്സേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കോസസ് ചോദിച്ചാൽ അത് മാത്രം എഴുതിയാൽ എന്നിരുന്നാലും ഇതും കൂടെ ആഡ് ഓൺ ചെയ്യണം, ഒരു എൻഡ് ഉണ്ടാവണമല്ലോ. ഓക്കെ, അടുത്തത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ് നമ്മുടെ USSRന്റെ ഇന്റഗ്രേഷൻ. അപ്പം സാമ്പത്തിക കാരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഒരു എക്കോണമി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി പോലെയായിരുന്നു USSRൽ ഉണ്ടായത്. കൺസ്യൂമർ ഗുഡ്സിന് ഷോർട്ടേജ് വന്നു. അതേപോലെ തന്നെ USSR വലിയൊരു ബഡ്ജറ്റ് മിലിറ്ററി എക്സ്പെൻസിന് വേണ്ടിയിട്ടും ന്യൂക്ലിയറിന് വേണ്ടിയിട്ടും എന്ത് സ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. അതേപോലെ തന്നെ USSR കോൺസെൻട്രേറ്റ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സാറ്റലൈറ്റ് കൺട്രീസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ യൂറോപ്പിന്റെ സാറ്റലൈറ്റ് കൺട്രീസിന് വേണ്ടിയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കൂടുതൽ പൈസയും കാര്യങ്ങളും അതിന് കോൺസെൻട്രേറ്റ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളും ചെയ്ത സമയത്ത് തന്നെ വലിയൊരു എക്കണോമിക് ബേർഡൻ ആണ് ആർക്ക് വന്നത്, USSRന് വന്നിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു സ്റ്റാഗ്നേഷൻ ആയിട്ട് ഒരു മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിലേക്ക് വന്നു. ഒരുപാട് ആളുകൾ കറപ്ഷൻ ചെയ്തുകൊണ്ട് കൈമതി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ജനങ്ങൾക്കൊന്നും ഓർഡിനറി പീപ്പിളിനെല്ലാം ഒന്നും കിട്ടാതെ എല്ലാ കാര്യങ്ങളും ഈ ഭരണവർഗത്തിന് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിന് കിട്ടുന്ന രീതിയിലേക്ക് വരിക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എല്ലാവർക്കും അക്കൗണ്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഡെമോക്രാറ്റിക് കൺട്രി അല്ല, ഡെമോക്രസി ഇല്ല. ഈ ഡെമോക്രസി ഇല്ലാത്തതും ജനങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാത്തതും പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റാത്തതും എന്ത് ചെയ്തു, ഇതിന്റെ പരാജയത്തിലേക്ക് നയിച്ചു. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വീക്ക് ആയതുകൊണ്ട് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ടു മീറ്റ് ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ആസ്പിറേഷൻ അവരുടെ ആഗ്രഹങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിച്ചില്ല, ഗവൺമെന്റിന് സാധിച്ചില്ല. ഇനി നോക്കിക്കേ, എക്കണോമിക് റീസൺസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എക്കണോമിക് റീസൺസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. യെസ്, എക്കണോമിക് റീസൺസ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ റീസൺസ് പറഞ്ഞു. സോ ഇത് നമ്മളെ എന്താണ് USSR ഡിസിൻറ്റഗ്രേറ്റ് ആവുമ്പോഴുള്ള കാരണങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ റിഫോംസ്, ആരുടെ റിഫോംസ് ആണ് നമുക്ക് പറയാം, മിഖായിൽ ഗോർബച്ചേവിന്റെ പെരസ്ട്രോയിക്കയും ഗ്ലാസ്നോസ്റ്റും നമ്മുടെ ഈ ഒരു USSR ഡിസിൻറ്റഗ്രേറ്റ് ആവാൻ കാരണമായിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ പറയുന്നത് USSR എന്ന് പറയുന്നത് 15 റിപ്പബ്ലിക്കുകൾ ചേർന്നതാണ്. ഈ 15 റിപ്പബ്ലിക്കുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ ലാറ്റ്വിയ, ജോർജിയ, ഉക്രൈൻ അവർക്കൊക്കെ സ്വാതന്ത്ര്യം നേടി പോകാം എന്നുള്ളൊരു ഇത് അവരുടെ ഉള്ളിൽ വരികയും, കാരണം ഏറ്റവും കൂടുതൽ 15 റിപ്പബ്ലിക്കുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് റഷ്യക്കാണ്. അത് ഇവർക്ക് ആർക്കും ഇഷ്ടമില്ലാതാവുകയും അതിനെ തുടർന്ന് ഇവർക്ക് എന്താണ്, നമ്മൾ സ്വതന്ത്രമായി പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യാണ്, അവർ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യ ചൈന റിലേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇന്ത്യ ചൈന റിലേഷനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഒരു വലിയ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചൈനീസ് റെവല്യൂഷൻ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആക്സെപ്റ്റ് ചെയ്തൊരു കൺട്രി കൂടിയാണ് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനെയൊക്കെ എന്ത് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് 2 മെയിൻ പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ദലൈലാമ ഇഷ്യൂയും, രണ്ടാമത്തത് എന്താണ്, നമ്മളെ അതിർത്തി തർക്കവുമാണ് ഉണ്ടായത്. അതിനിടക്ക് 1954 ചൈനീസ് പ്രീമിയർ ആയിരുന്ന സോ എലായും അതേപോലെ തന്നെ നമ്മളെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും തമ്മിൽ എന്ത് ചെയ്തിരുന്നു, ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം എന്താണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല, മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടാൻ പാടില്ല, സമാധാനപരമായ സഹവർത്തിത്വം തുടങ്ങി 5ഓളം കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, ഇതവര് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദലൈലാമ ഇഷ്യൂവും അതേപോലെ തന്നെ അതിർത്തി തർക്കവുമായിരുന്നു. നമുക്ക് ടിബറ്റിലേക്ക് ഇഷ്യൂയിലേക്ക് വരാം. അവിടെയാണ് ദലൈലാമ വരുന്നത്. മക്കളെ, 1950 ചൈന ഹാഡ് അനക്സ്ഡ് ടിബറ്റ്. എന്ത് ചെയ്തു,
പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ് ഇന്ത്യ ചൈനക്ക് ടിബറ്റ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സോ ടിബറ്റില് എന്ത് ചെയ്യാൻ പാടില്ല, ചൈനക്കാരുടെ കൾച്ചറും കാര്യങ്ങളും കൊണ്ടുവരാൻ പാടില്ല, അവർ ടിബറ്റിന്റെ കൾച്ചറെ സപ്രസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ഓട്ടോണമി നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തതെങ്കിലും ആര് ഇത് കേട്ടില്ല, ചൈന ഇത് കേട്ടില്ല. അവിടെ നിർക്കാക്കള്ളില്ലാതെ പല പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും അവിടുത്തെ ടിബറ്റിലെ ആളുകൾ നടത്തിയ സമയത്ത്, ചൈനീസ് ഭരണം ഇഷ്ടമല്ലാതെ നടത്തിയ സമയത്ത് അത് സപ്രസ് ചെയ്യാൻ വേണ്ടി ചൈനീസ് ആർമി വരുന്നു. ഭയങ്കര ബ്രൂട്ടലായിട്ട് ഓരോരുത്തരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. 1959 നമ്മുടെ ടിബറ്റിലെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചു വരികയാണ് ചെയ്യുന്നത്. സോ ചൈന പ്രൊട്ടസ്റ്റ് ആൻഡ് ഡിക്ലെയർ ദാറ്റ് ഇന്ത്യ വാസ് എൻഗേജിങ് ഇൻ ആന്റി ചൈനീസ് ആക്ടിവിറ്റി. സോ ചൈന ഇതിനെ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യാണ്, ആന്റി ചൈനീസ് ആക്ടിവിറ്റീസ് ചെയ്യാണ്. അതേപോലെ ഇന്ത്യ നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെട്ടു. കാരണം ടിബറ്റ് ഇപ്പൊ ചൈനയുടെ ഭാഗമാണ്. നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വളരെ വൻതോതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യാണ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിർത്തി തർക്കത്തിലേക്ക് നമ്മൾ വരികയാണ്, ബോർഡർ ഇഷ്യൂയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇവര് ഡിമാൻഡ് ചെയ്തത് അക്സായി ചിൻ എന്ന് പറയുന്ന ഭാഗവും, നമ്മുടെ കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ അക്സായി ചിൻ എന്ന് പറയുന്ന ഭാഗവും, അരുണാചൽ പ്രദേശിലെ NEFA നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി, ഇതാണ് അവരെന്ത് ചെയ്തത് വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് രണ്ടും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവര് പിടിച്ചെടുത്ത് റോഡുകളും കാര്യങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 1962 യുദ്ധത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ചൈന ക്ലെയിം ആൻഡ് ഡിമാൻഡ് 2 ഏരിയാസ് ഓഫ് ഇന്ത്യ. ചൈന ക്ലെയിം ചെയ്തതും ഡിമാൻഡ് ചെയ്തതും അക്സായി ചിന്നും അതേപോലെ തന്നെ അരുണാചൽ അക്സായി ചിൻ എന്ന് പറയുന്നതും അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസിയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചൈന അക്സായി ചിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്, ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഡിസ്കഷൻ രണ്ട് രാജ്യങ്ങളുമായിട്ട് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു സെറ്റിൽമെന്റിൽ എത്തുന്നില്ല. 1962 ഒരു മൂവ്മെന്റും ഇല്ലാതെ ചൈന ലോഞ്ച് എ സ്വിഫ്റ്റ് ആൻഡ് മാസീവ് അറ്റാക്ക് ഓൺ അക്സായി ചിൻ ആൻഡ് അരുണാചൽ പ്രദേശ്. ഒരു മാസീവ് അറ്റാക്ക് എന്ത് ചെയ്യാണ് നടത്തുന്നുണ്ട് അക്സായി ചിനിലേക്കും അരുണാചൽ പ്രദേശിലേക്കും. ചൈന ക്യാപ്ചേർഡ് കീ ഏരിയാസ് ഇൻ അരുണാചൽ പ്രദേശ്. എന്ത് ചെയ്യാണ്, കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ത് ചെയ്യാണ് ചൈന അസാമിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൻഡ് അഡ്വാൻസ് ടു ദ എൻട്രി പോയിന്റ് ഓഫ് ആസാം പ്ലെയിൻ. എന്നിട്ട് അവിടെ റോഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മീൻസ് നമ്മളിങ്ങനെ ഒരു യുദ്ധം ചെയ്തേക്കാവുന്നൊരു സൂചന ഉണ്ടാവില്ലേ, ആ സൂചന പോലെ. കാരണം ഇവർ തമ്മിൽ യുദ്ധം ചെയ്യാന്നൊക്കെയാണ് ആ ഒരു അഗ്രിമെന്റ് പ്രകാരം പറയുന്നത്. പക്ഷെ ഒരു സൂചനയും ഇല്ലാതെ 1962 ഇന്ത്യ ചൈനയെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ത്യയുടെ പേര് രാജ്യത്തിനകത്തും പുറത്തും വൻ രീതിയിൽ എന്ത് ചെയ്തു മോശകരമായി ബാധിച്ചു. പല ആളുകളും ഇന്ത്യയുടെ നാഷണൽ പോലീസിനെ ക്രിട്ടിസൈസ് ചെയ്തു. മിലിറ്ററി കമാൻഡേഴ്സ് റിസൈൻ ചെയ്യുന്നു. ഡിഫൻസ് മിനിസ്റ്ററായ VK കൃഷ്ണമേനോൻ ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാണ്. അതേപോലെ തന്നെ ഗവൺമെന്റിനെതിരെ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുന്നു. കോൺഗ്രസിന് അന്ന് ലോക്സഭ ഇലക്ഷനിലെ മെജോറിറ്റീസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ വൻ രീതിയിലായിട്ടുണ്ടായിരുന്നു. വാർ നമ്മുടെ ഇന്ത്യയുടെ 5 year പ്ലാൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1964 ഒരു സ്പ്ലിറ്റ് സംഭവിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ദി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ടു ഗിവ് മച്ച് അറ്റൻഷൻ. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഏരിയ പണ്ട് അത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഏരിയയിൽ നിന്നാണ് ആര് അറ്റാക്ക് ചെയ്ത് ചൈനക്കാരെ. അപ്പോൾ ആ ഏരിയ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര വർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്. അത് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയി മാറി. വാർ വാസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഇൻഡോ പാക് റിലേഷൻ. ഇന്ത്യ പാക് റിലേഷനിൽ എന്ത് ചെയ്തു, അതിനും ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ത് ചെയ്തു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൈനയും പാകിസ്ഥാനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ അവർ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ്. നമുക്കറിയാം വിഭജനത്തിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2 nation തിയറിയെ തുടർന്ന് നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഇന്ത്യയെന്നും ബ്രിട്ടീഷ് ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കുന്നു. മുഹമ്മദ് അലി ജിന്നയാണ് 2 nation തിയറി കൊണ്ടുവന്നത്. ഇന്ത്യക്കാർക്ക്, ഹിന്ദുക്കൾക്ക് ഇന്ത്യയും മുസ്ലിംസുകൾക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് അദ്ദേഹം പറയുകയാണ്. ആൻഡ് അതേപോലെ തന്നെ 1947 നമുക്ക് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു വിഭജനമായതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണൽ റയോട്ട്സ്, വർഗീയ ലഹളകൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഒരു സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ
എല്ലാ മുസ്ലിംസുകൾക്കും ഇപ്പൊ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള വ്യക്തികൾക്കൊന്നും പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഞ്ചാബ്, ബംഗാൾ ഇത് മുസ്ലിം മെജോറിറ്റി പ്രവിശ്യകളാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹിന്ദുസിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു രാജ്യം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരേ സ്ഥലത്ത് തന്നെ, ഇതിപ്പോ ഒരേ സ്ഥലത്ത് ഈ സ്ഥലത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്തു, ഫോം ചെയ്യേണ്ടി വന്നു. ഒരുപാട് മൈനോറിറ്റി, 2 ഭാഗങ്ങളിലുള്ള മൈനോറിറ്റീസ് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. റെഫ്യൂജി ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. സ്ത്രീകളെ ബ്രൂട്ടലി റേപ്പ് ചെയ്യേണ്ടി വരുന്നല്ല, റേപ്പ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തു ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാർട്ടീഷന്റെ പരിണിത ഫലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രാജിക് ട്രാൻസ്ഫർ ആണ് ഇന്ത്യൻ പോപ്പുലേഷന്റെ. അതേപോലെ തന്നെ നമ്മൾ രാജ്യത്തിൽ അധിക ആളുകളും റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ലാഹോർ, അമൃത്സർ, കൽക്കട്ട ഇതൊക്കെ കമ്മ്യൂണൽ സോൺ, വർഗീയ ലഹളകൾ നടക്കുന്ന വേദികളായി മാറുകയാണ് ചെയ്തത്. 80 ലക്ഷത്തോളം ആളുകളെ മൈഗ്രേറ്റ് ചെയ്യുകയും 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ എക്കോണമി അപ്പാടെ തകർന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഡിമാൻഡ് ഹാഡ് കം, ഇന്ത്യ കുഡ് ബി കൺവേർട്ടഡ്, ഇന്ത്യ ഒരു ഹിന്ദു നാഷനായിട്ട് കൺവേർട്ട് ചെയ്യും ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ പാർട്ടീഷൻ നടന്നതുകൊണ്ട് ഒരു സിഖുകാർക്ക് വേണ്ടി ഒരു നാഷൻ രൂപീകരിക്കണം എന്നുള്ള കാര്യങ്ങളും എന്ത് വന്നു ആ ഒരു സമയത്ത് വന്നു. മഹാത്മാഗാന്ധിയുടെ മരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നടക്കുന്നുണ്ട്. സോ പാർട്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ആളുകളുടെ മാത്രം ഡിവിഷൻ അല്ല, ഹൃദയങ്ങളുടെ കൂടെ വിഭജനമായിരുന്നു എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ എസ് ആട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫൈനൽ എസ് ആണ്. US ഹെജുമണിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കുകയാണെങ്കിൽ US ഹെജുമണി മീൻസ് ഡോമിനൻസ്. അതായത് എന്താണ് ഹെജുമണി? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ കൾച്ചറലി അതേപോലെ തന്നെ മിലിറ്ററിലി എക്കണോമിക്കലി ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെജുമണി എന്ന് വിളിക്കുന്നത്. അപ്പൊ US 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ ഇവരുടെ ഹെജുമണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോൾഡ് വാർ അവസാനിച്ചതോടുകൂടെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു, ഇവരുടെ ഡോമിനേഷൻ കൂടാൻ തുടങ്ങി. അതേപോലെ തന്നെ USSR എൻഡ് ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് ആരുടെ കയ്യിലായി, നമ്മുടെ US-ന്റെ കയ്യിലാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഹെജുമണി എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് മിലിറ്ററിലി, എക്കണോമിക്കലി, കൾച്ചറലി നമ്മുടെ USSR നമ്മുടെ US-ന്റെ ഡോമിനേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഹെജുമണി ആസ് എ ഹാർഡ് പവർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മിലിറ്ററി പവറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി വൈസ് ഉള്ള ഒരു ഇതാണ് പറയുന്നത്. സുപ്പീരിയോറിറ്റി ഇൻ മിലിറ്ററി പവർ. നമുക്കറിയാം US മിലിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് മിലിറ്ററി ആണ്. നമുക്കതിനെ മീറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രത്തിൽ എന്താണ് US മിലിറ്ററിയുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പോലും നമുക്ക് അവരുടെ മിലിറ്ററി ആയിട്ട് മാച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് സെൽഫ് എവിഡന്റ് ആണ്. ഒരുപാട് ഇപ്പൊ നമ്മൾ ടെക്നോളജിക്കൽ പരമായിട്ട് ഒരുപാട് നമ്മൾ ഫസ്റ്റ് ഗൾഫ് വാർ നടന്ന സമയത്ത്, 1ാം ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ് എത്രത്തോളം ടെക്നോളജിക്കൽ ഗ്യാപ്പ് ഉണ്ട് അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ. അതേപോലെ തന്നെ നമ്മൾ US മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് സ്പൈ വർക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ ലയൺ ഷെയർ ഓഫ് അമേരിക്കൻ ബഡ്ജറ്റ്, അതായത് അമേരിക്കൻ ബഡ്ജറ്റിലെ ഒരു സിംഹഭാഗം എന്തിനാണ് അവർ മാറ്റിവെക്കുന്നത്, ഈ ഡിഫൻസിനും റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടി. ആ ഒരു ഗ്രോത്ത് ആ കൺട്രിക്ക് ഉണ്ട് അല്ലെ. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, അതേപോലെ റിസർച്ച് പഠനങ്ങൾക്കും വികസനത്തിനും വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത് മാറ്റിവെക്കുന്നത്. അപ്പം ദ US spend more on its military capability than the next 12 powers combined. അത്രത്തോളം ഇവര് വെൽ എക്യുപ്ഡ് ആണ്. ഇനി സ്ട്രക്ചറൽ പവറിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എക്കണോമി വൈസ് ആണ് പറയുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ US റോൾ ഇൻ പ്രൊവൈഡിങ് ഗ്ലോബൽ പബ്ലിക് ഗുഡ്സ്, അതേപോലെ തന്നെ ഇന്റർനെറ്റ്, US ഡോളറാണ് ഇപ്പോഴും ഡോമിനൻസിൽ നിൽക്കുന്നത്. US വേൾഡ് ട്രേഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ US-ന്റെ ഹെജുമണി കാണാൻ പറ്റുന്നുണ്ട്. അക്കാദമിക് ഡിഗ്രിയായ MPAയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് US തന്നെയാണ്. ഇനി നമ്മളെ കൾച്ചറൽ പവർ അഥവാ സോഫ്റ്റ് പവറിനെയാണ് നമ്മൾ കൾച്ചറൽ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയോളജിക്കൽ ആയാലും കൾച്ചറൽ ആയാലും നമുക്ക് ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ പല വാല്യൂസിനും മറികടന്നുകൊണ്ട് നമ്മുടെ അമേരിക്കൻ വാല്യൂസിലാണ് ഇപ്പൊ എന്ത് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഏതൊരു കാര്യം, ഇപ്പൊ ബ്ലൂ ജീൻസ് ഫ്രം ദ US ഈസ് capable to engineer even a generation divide. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ബ്ലൂ ജീൻസ് അങ്ങനെ പല ഡ്രസ്സുകള്, അതേപോലെ പല തോട്ടുകള്, നമ്മളെ ഓരോ ഐഡിയാസ്, ഐഡിയോളജീസ് ഇതൊന്നും നമ്മളെ നാട്ടിലുള്ളതല്ല. ഇതൊക്കെ എവിടുന്നാണ്, US നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ മെല്ലെ മെല്ലെ നമ്മള്
കൾച്ചറലി എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇടവഴി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. കുറേയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ വെസ്റ്റേണിന്ന് കൊണ്ടുവരുന്നത് ഒരു പരിധി വരെ നമ്മൾ നോക്കിയും കാര്യങ്ങളും വേണമല്ലോ യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരു സമയത്ത് നമ്മൾ അവരുടെ അണ്ടറിലായി പോയ ആളുകളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ സാധാരണഗതിയിൽ നമ്മൾ വരുന്ന 5 എസ്സേസും നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് റോബർട്ട്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.